മുളകും ഒന്നൊരു ഷോ എല്ലാവരെയും സഹായിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ സഹായിച്ചത് അൽ സാബിത്ത് എന്ന അതിലെ കേശു എന്ന കഥാപാത്രം ചെയ്യുന്ന കുട്ടിയെയാണ്. കാരണം അത്രമാത്രം പ്രേക്ഷക പ്രീതി നേടി മുന്നേറിക്കൊണ്ടിരുന്ന ഈ പരമ്പരയിൽ നിന്ന് അത്രമാത്രം ശമ്പളവും അൽ സാബിത്തിന് ലഭിക്കുന്നുണ്ടായിരുന്നു. ആ ഷോ മുന്നേറുന്നത് കൊണ്ട് തന്നെ എൻ്റെ അണിയറ പ്രവർത്തകർക്കും അതിലെ എല്ലാ താരങ്ങൾക്കും നല്ല രീതിയിൽ തന്നെ ശമ്പളം കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവൻ്റെ 18-ാം വയസ്സിനുള്ളിൽ തന്നെ വളരെ ചെറുതിലെ ഉപ്പുമുളകിൽ എത്തിയത് കൊണ്ട് തന്നെ അവൻ്റെ 18 വയസ്സിനുള്ളിൽ അവൻ്റെ വീട്ടുകാർ ഉണ്ടാക്കി വെച്ച 25 ലക്ഷം രൂപയുടെ കടം അവൻ ഒറ്റയ്ക്ക് നിന്ന് മാറ്റി. അതുകൊണ്ട് അവൻ തന്നെയാണ് ആ കുടുംബം മുന്നോട്ട് നോക്കുന്നതെന്ന് പറയാം. അവൻ ജോലി ചെയ്തതുകൊണ്ടും അവൻ വളരെ ചെറുതിലെ അഭിനയത്തിലേക്ക് എത്തിയത് കൊണ്ടും അവൻ്റെ ഉമ്മയ്ക്ക് അല്ലലും ചില്ലലും ഒന്നും അറിയാണ്ട് തന്നെ മുന്നോട്ട് പോകാൻ അവൻ സഹായിച്ചു. അവനാണ് മിടുക്കൻ, അവനാണ് ശരിക്കുമുള്ള ആൺകുട്ടി. ഇങ്ങനെ ആകണമുള്ളവരെല്ലാവരും കണ്ടു പഠിക്കുക അൽ സാബിദിനെ എന്ന് എടുത്തു പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്ത കണ്ട് ഞെട്ടുകയാണ്. ആരാധകർക്കൊക്കെ തന്നെയും ആദ്യം തന്നെ ഇത് കേട്ടപ്പോൾ വലിയ ഞെട്ടലായിരുന്നു. ഒരു വീട് പണിതു, ഈ ഇടയ്ക്കൊരു കാർ വാങ്ങി, ഉമ്മയെയും സഹോദരങ്ങളെയും എല്ലാവരെയും പൊന്നുപോലെ നോക്കുന്നു. അൽസാബിദ് തന്നെയാണ് ഈ കടങ്ങളെല്ലാം തീർത്തിയത്. കുട്ടികളെല്ലാം കടിച്ചു നടക്കുന്ന പ്രായത്തിൽ ജോലി ചെയ്യാൻ തുടങ്ങിയ ആളാണ് താനെന്ന് പറയുകയാണ് അൽസാബിദ്. ഇപ്പോൾ എനിക്കതിൽ സങ്കടമൊന്നുമില്ല. എനിക്കിഷ്ടമുള്ള കാര്യം തന്നെയാണ് താൻ ചെയ്തത്. അഭിനയം ഒരു ജോലിയായിട്ടല്ല താൻ ആദ്യം നോക്കിയത്. ഉപ്പുമുളകും സെറ്റിലേക്ക് എത്തുന്നത് തന്നെ എനിക്ക് വളരെയധികം വിനോദമായിരുന്നു. കളിയും ചിരിയുമായി രസമായി മുന്നോട്ട് പോയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടേക്ക് എത്തുന്നത് തന്നെ എന്നെ സംബന്ധിച്ച് ഞാനൊരു ഷൂട്ടിന് പോകുന്നത് പോലെ എനിക്ക് തോന്നാറേയില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു വിഷമവും തോന്നാറില്ല. ഞാൻ ജോലി ചെയ്യുകയാണ്, ബുദ്ധിമുട്ടുകയാണ് എന്നൊന്നും എനിക്ക് തോന്നിയിട്ടേ ഇല്ല എന്ന് അൽസാബിദ് തന്നെ പറയുന്നുണ്ടായിരുന്നു. 4 വയസ്സുള്ളപ്പോഴാണ് ഒരു സംഗീത ആൽബത്തിൽ അഭിനയിക്കുന്നത്. പിന്നീട് ടെലിവിഷൻ പരമ്പരകളിൽ എത്തിയോടെയാണ് അഭിനയം ഒരു ജോലിയായി കണ്ടു തുടങ്ങിയത്. 2-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കാര്യമായി അഭിനയിച്ചു തുടങ്ങി. പിന്നെയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ വരുമാന മാർഗമായി മാറിയത്. ഇപ്പോൾ അത് അൽസാബിദ് പലരുടെയും പ്രചോദനമാണ് എന്ന് തന്നെ പറഞ്ഞു കേൾക്കുമ്പോൾ സന്തോഷമുണ്ടെന്നും കൂടുതൽ ആത്മവിശ്വാസം കൂടുന്നു എന്ന് നടൻ കൂട്ടിച്ചേർത്തു. എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ ഇങ്ങനെ ജോലി ചെയ്തതും നല്ല സമയമൊന്നും കളിക്കാതെ തീർത്തതുമൊക്കെ നിങ്ങൾക്ക് വിഷമമായി തോന്നുന്നുണ്ടാകാം. അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി നിന്നു എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് സങ്കടമായിരിക്കാം. പക്ഷെ ഞങ്ങളുടെ നിലനിൽപ്പായിരുന്നു. അന്ന് ഞാൻ അങ്ങനെ അഭിനയിക്കാൻ പോയത് കൊണ്ട് എനിക്ക് എൻ്റെ ഉമ്മയും എൻ്റെ കുടുംബത്തിലുള്ളവരെയും എനിക്ക് നോക്കാൻ സാധിക്കുന്നു. ഇന്ന് ആരെയും എത്തുന്നതിന് മുൻപ് തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ലക്ഷ്യങ്ങളും എത്തിക്കഴിഞ്ഞു. അഹങ്കരിക്കരുത്. എല്ലാം ദൈവം തന്നത് തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് താനെന്നും അൽസാബിദ് തന്നെ പറഞ്ഞു. അൽസാബിദിൻ്റെ വാക്കുകളിൽ തന്നെ അദ്ദേഹത്തിനുള്ള ആ ഒരു ബഹുമാനവും എല്ലാം തന്നെ മനസ്സിലാകുന്നുണ്ട്. കഷ്ടപ്പാടിൻ്റെ സമയത്ത് ഞാൻ ഉമ്മയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ആ കടം വീട്ടിയപ്പോൾ ഉണ്ടായ സന്തോഷവും ആത്മവിശ്വാസവും ചെറുതല്ല എന്ന് പറഞ്ഞേ മതിയാകൂ. ഈ അടുത്തൊരു കാറും വാങ്ങി. ഉമ്മയ്ക്ക് കൂടി ഇഷ്ടപ്പെട്ട കാറായിരുന്നു അത്. അൽസാബിദ് പറയുന്നത് ഇങ്ങനെ: ഇവർക്ക് പ്രായത്തിൽ കവിഞ്ഞ പക്വതയാണ്, കുട്ടിത്തമില്ല എന്നൊക്കെയാണ് എന്നെപ്പോലെ ചെറിയ പ്രായത്തിലെ ജോലി ചെയ്യുന്ന കുട്ടികൾ എപ്പോഴും കേൾക്കേണ്ടി വരുന്നത്. ശരിക്കും ഞങ്ങൾ കുട്ടികൾ തന്നെയാണ്. കുട്ടികളുടെയും ചിന്തകളും വിചാരങ്ങളും ഞങ്ങൾക്കുള്ളൂ. എന്നാൽ കുട്ടികളെപ്പോലെ എപ്പോഴും പെരുമാറാൻ പറ്റുന്ന ജീവിതമായിരിക്കില്ല. ഞങ്ങൾക്കുണ്ടാകുന്നത് വ്യത്യസ്തമായ ജീവിതമായിരിക്കും. കാര്യങ്ങൾ കൃത്യമായി സംസാരിക്കേണ്ട ഇടത്ത് അങ്ങനെ പറഞ്ഞാലേ മതിയാകൂ. അതുകൊണ്ട് എല്ലായ്പ്പോഴും അല്പം ജാഗ്രതയും ഉണ്ടാകും. നിൽക്കേണ്ട പോലെ നിൽക്കാൻ ഇപ്പോൾ പഠിച്ചു. അതുകൊണ്ട് തന്നെ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഗൗരവത്തോടെ ആയിരിക്കും താൻ പറയുന്നതെന്ന് അൽസാബിദ് തന്നെ പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.